ഇവിടെ ഈ പെണ്ണ് വർഷങ്ങളായിട്ട് കയ്യിൽ ധരിച്ചിരുന്ന വിവാഹമോതിരം ഊരി മാറ്റുന്നു. അതിനുശേഷം അവൾ നല്ല രീതിയിൽ മേക്കപ്പ് ഒക്കെ ചെയ്ത് അവളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു റെഡ് ഡ്രസ്സും ധരിക്കുന്നു. എന്നിട്ട് നേരെ കുഞ്ഞുമായി റൂഫ് ടോപ്പിലേക്ക് എത്തി അവൾ ലോകം അവസാനിപ്പിക്കാനായിട്ട് തീരുമാനിക്കുന്നു. പക്ഷെ അപ്പോഴത്തേക്കും ഉടനെ തന്നെ അവളുടെ ഹസ്ബൻഡ് അങ്ങോട്ടേക്ക് എത്തി നീ മണ്ടത്തിലൊന്നും കാണിക്കരുതെന്ന് പറയുന്നു. പക്ഷെ അവൾ ഉടനെ എനിക്ക് നിന്നെയും ഈ ലോകവും വേണ്ട എന്ന് പറഞ്ഞ് കുഞ്ഞുമായി സൂയിസൈഡ് ചെയ്യുന്നു. ഇവനാണെങ്കിൽ എന്ത് ചെയ്യണോന്ന് അറിയാതെ നിലത്തേക്ക് വീഴുന്നു. പെട്ടെന്ന് തന്നെ ഇവനിക്ക് ഹോസ്പിറ്റലിൽ നിന്ന് ഒരു ഫോൺ കോൾ വരുന്നു. അതായത് ഇവന്റെ കുട്ടിയുടെ DNA റിസൾട്ട് പോസിറ്റീവായി അത് അവന്റെ കുട്ടി തന്നെയാണെന്ന് അവർ കൺഫേം ആയി പറയുന്നു. അതും കൂടി ആയപ്പോൾ ഇവൻ ഉറക്കി നെലി വിളിച്ച് അവളോട് മാപ്പപേക്ഷിക്കുന്നു. പക്ഷെ അതൊരുപാട് വൈകിപ്പോയിരുന്നു. ഇതിനൊരു മാസം മുന്നേ ഇവന്റെ വൈഫ് സ്ഥിരമായി ഒരു ഡോക്ടറെ വിസിറ്റ് ചെയ്യുന്നത് ഇവൻ കണ്ടുപിടിക്കുന്നു. ഇവന്റെ വൈഫ് തന്നെ ചതിച്ചെന്നും അത് തന്റെ കുട്ടിയല്ലാന്ന് പോലും ഇവൻ അവളെ സംശയിക്കുന്നു. സത്യത്തിൽ ഇവൻ ജോലിയുടെ ഭാഗമായിട്ട് ഭയങ്കര ബിസി ആയതുകൊണ്ട് തന്നെ ഇവന്റെ വൈഫിന് ഒരു കെയറും നൽകിയിരുന്നില്ല. അതുകൊണ്ട് തന്നെ പ്രഗ്നൻസിക്ക് ശേഷം ഇവൾ ഡിപ്രഷനിലേക്കും പോകുന്നു. ഇത് പറയാനായിട്ട് അവൾ അവനെ ഒരുപാട് വിളിച്ചെങ്കിലും അവൻ ഫോണൊന്നും എടുക്കാതെ മറ്റു പെണ്ണുങ്ങളോടൊപ്പം കറങ്ങിയെടുക്കുന്നതും ഇവൾ അറിയുന്നു. അതും കൂടി ആയപ്പോൾ അവളുടെ കയ്യിൽ നിന്ന് പോകുന്നു. മാനസികമായി തളർന്നത് കൊണ്ടാണ് ഡോക്ടർ എപ്പോഴും ഇവളെ വിസിറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ ഇവൻ അത് തെറ്റിദ്ധരിക്കുന്നു.